1300 വർഷമായി ജീവനോടെ ഇരിക്കുന്ന മാംസം. ഇത് കണ്ടില്ലേ? ഈ മാംസം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആർക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ ഇറ്റലിയിലെ ലാൻസിയാനോയിലാണ്. ഈ മാംസത്തിൽ 1300 വർഷം ശാസ്ത്രം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി. പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയവരിൽ പ്രബലനായിരുന്നു ശാസ്ത്രലോകത്ത് നിരവധി കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഡോക്ടർ ലിനോളി. ഇതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ്. 1. ഇത് മനുഷ്യമാംസമാണ്. മനുഷ്യഹൃദയത്തിൻ്റെ പേശികളിൽ പെടുന്ന മയോകാർഡിയം കോശങ്ങളാണ് ഇവ. 2. ഈ വ്യക്തി മാരക മരണവേദനയിലൂടെ കടന്നുപോയിട്ടുണ്ട്. 3. ഇതിങ്ങനെ 1300 വർഷം കേടുകൂടാതിരിക്കാൻ ശീതീകരിച്ച മുറിയോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇതിപ്പോഴും ഇറ്റലിയിലെ ലാൻസിയാനോയിൽ ജീവനോടെ ഇരിക്കുന്നു എന്നത് സത്യമാണ്. ലിനോളി ഇതേക്കുറിച്ച് പഠിച്ചതിന് ശേഷം ലോകാരോഗ്യ സംഘടന WHO ഇതേക്കുറിച്ച് പഠിച്ച് ഈ പഠനങ്ങൾ ശരിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മാംസം എങ്ങനെ രൂപപ്പെട്ടു എന്നറിഞ്ഞാൽ നമ്മൾ ഞെട്ടും. AD 700-കളിൽ ഇറ്റലിയിലെ ലാൻസിയാനോയിലെ വിശുദ്ധ ലോഞ്ചീനോസിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഒരു ബസീലിയൻ സന്യാസി വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. അച്ഛന് വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരമായി മാറും എന്നതിൽ വിശ്വാസമില്ലായിരുന്നു. എന്നാൽ അച്ഛൻ വിശുദ്ധ കുർബാന എടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ വീലാസയിലെ തിരുവോസ്തി ഒരു മാംസകഷ്ണവും കാസയിലെ രക്തം 5 രക്തക്കട്ടകളുമായി മാറി. ഇത് കണ്ട് വൈദികരും ജനങ്ങളും അമ്പരന്നു. ഈ മാംസത്തിലാണ് 1300 വർഷം ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയത്. ലാൻസിയാനോയിൽ തിരുവോസ്തി യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറിയതിലൂടെ പരിശുദ്ധ കുർബാനയിലെ ദൈവസാന്നിധ്യത്തെ സംശയിക്കുന്ന എല്ലാവരോടും ദൈവം പറഞ്ഞു, ഇത് ഈശോയുടെ ശരീരവും രക്തവും തന്നെയാണ് എന്ന്. ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ പരിശുദ്ധ കുർബാന അപ്പത്തിൻ്റെ രൂപത്തിലാണേലും അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് ലോകത്തിന് ഉറപ്പ് നൽകിയ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.